ഹലോ അസ്സലാമലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷം? രാവിലെ തന്നെ കഴുത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്, രാവിലെ തന്നെ കരച്ചിലാട്ടോ. അപ്പോൾ എന്തായാലും മക്കളെയൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ച് കണ്ട് ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ. വരാ കുട്ടിയെ, സാരല്ല വരാ. എന്റെ കൗത്തും എന്റെ കാലും എന്റെ പല്ലും എന്റെ തല എന്നും ഉളുക്കലും വേദനയാണല്ലോ കുട്ടിയെ. ഇവിടെ വന്നമ്മ നോക്കട്ടെ, ഇവിടെ വാ അമ്മ നോക്കട്ടെ. ആ എന്തായാലും നമ്മളെ ഇച്ചുമാക്ക് പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ പാൽ ചായ ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മളെ ഇച്ചുമാക്ക് കുടിച്ചാനും കൂടിയില്ല കേട്ടോ. അപ്പം രാവിലെ തന്നെ ഇവിടെ ഒച്ചയും ബഹളമൊക്കെയാണ് കേട്ടോ. ചുമ്മാക്ക് നല്ല വേദന ഉണ്ട്, ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതാക്കണ് കലക്കി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കലോ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു. ആ കുട്ടനാടൻ പൊടിയാണ്, അരിപ്പൊടിയാണ് കേട്ടോ മക്കളെ. അതുകൊണ്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കും. അത് കലക്കിക്കാണ്ടാണ് പാരല ഉപ്പിട്ട് കാണ്ട് കേട്ടോ. സാധാരണ കലക്കി പറഞ്ഞപ്പോൾ നിർദോഷ എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ അരി വെള്ളത്തിൽ തലേന്ന് കുതിർത്തിട്ട് രാവിലെ അരച്ച് തേങ്ങയൊക്കെ ഇട്ടുകാണ്ടാ പാരല്. നല്ല രസമാണ് അങ്ങനെ കേട്ടോ. എന്തായാലും ഇവിടെ ഭയങ്കര ബഹളാ. എവിടെയാണ് നോക്കണുള്ളൂ, ഇവിടെ തൊടണില്ല ഞാന്. അത് കുട്ടിയെ കൗത്ത് ഇങ്ങനെ തലക്കണി വെച്ചിട്ട് ആയതാണേ. പിന്നൊക്കെ തലക്കണി വെച്ചിട്ട് ആയതാണ്. ഒന്നും പല്ലുവേദനയും തലവേദനയും ഇപ്പൊ കൗത്ത് ഉളുക്കിയതാണ്. അത് ഇങ്ങനെ തലക്കണി വെക്കുമ്പോ ഉളുക്കണാണേ. പിന്നൊക്കെ അതെന്നെ പറഞ്ഞത്, തലക്കണിയുമ്പോ കിടക്കുമ്പോ തല പെൻഷനാണേ. അല്ലെങ്കിൽ ഇങ്ങനെ കൊറേ നേരം കിടന്നിട്ടാണ്. ഡോക്ടറെ അടുത്ത് പോവാൻ നമുക്ക് കേട്ടോ. മരുന്ന് തേച്ചിക്കണല്ലപ്പാ, മരുന്ന് തേച്ചിട്ടില്ലേ? 2 വട്ടം തേച്ചാലും മാറും. ബേജാറാണ്ട, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാട്ടോ. എന്നും പല്ലുവേദന ഓരോ ഇതുമാണ് എനിക്ക്. കാക്കയൊക്കെ സ്കൂൾ പോട്ടോ, എന്നിട്ട് പോട്ടോ. ഇവിടെ പോയി കണ്ട് കാണിക്കും, എല്ലാം പോയി കണ്ടെടുക്കാം. അവിടെ ഇരുന്നോ, അവിടെയൊക്കെ ഇതിട്ട് കണ്ടു ഇതാക്കണു. എത്താപ്പ ഈ പരിപാടി, മുയ്യവജാണല്ലോ കേടെ എത്തണത്. ഇന്നലെ ആ ടേബിൾമ കേറിക്കണണ്ട് സ്റ്റൂളിട്ട് കണ്ട് കേറിക്ക ടേബിൾ മേല്. എന്താപ്പാ പരിപാടി? എന്നിട്ട് കറി ഉണ്ട് ഇരുന്ന് ആറ്റണു. ആ കിട്ടണ്ട, അടിയിട്ടണ. അല്ലാ, അതിന്റെ ഒട്ടിച്ചണതല്ലേ? ആരതിങ്ങനെ ആക്കിയത്? തൊണ നല്ല കട്ടിൽ വന്ന് പൂണുകണ് ചുണ്ടൊട്ടി. ഓയ് തോണ എവിടെയാ ചോദിച്ചപ്പോഴേ മിന്നുമാനെ വിളിക്കാൻ പോയിക്കാണ് കേട്ടോ. മിന്നുമ്മ രാവിലെ തന്നെ ഭയങ്കര കരച്ചിലാണ്. ഓൾ ഇന്നലെ രാത്രി ഉരുണ്ടിട്ട് കട്ടിൽ വന്ന് ചാടിയിരുന്നു കേട്ടോ. ചെറുതായിട്ട് ചുണ്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയും കാക്കുവിനോട് താഴെ എന്തെങ്കിലുമൊക്കെ ഒരു കോസടി വിരിച്ച് കണ്ട് അവിടെ കിടത്തണമെന്ന്. പിന്നെ ഈ പൊത്തും മടയൊക്കെ എല്ലോണ്ടേ അടിയൊന്നും നേർക്ക് തേച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ജന്തുക്കളൊക്കെ കടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് മുകളിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ വില എങ്ങനെയാണ് കിടക്കണത്? അപ്പോൾ സ്ഥലം ഉണ്ടാവില്ല എല്ലാവരും കൂടിയും കിടക്കുമ്പോഴേ. അപ്പോൾ അതാക്കണം കേട്ടോ. ഇത് സ്കൂൾക്ക് പോകാൻ തിരക്ക് പിടിക്കണുണ്ട്.
അപ്പോൾ സെൻറ്റും കുപ്പി അവിടെ പുറത്ത് നിന്ന് കാണ്ട് പൂശുകയാണ്. അത് ഉള്ളിൽ വെച്ചാൽ എനിക്ക് തലവേദന വരും കേട്ടോ. ഈ മൈഗ്രെയിൻ്റെ തലവേദന എല്ലാവർക്കൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതവിടെ പുറത്ത് വെക്കല. കാക്കുനും റിതുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷെയ്മോളൊക്കെ പൂശിയിട്ടാണ് പോകുക. അന്നാൾ ഒരു ഇത്താത്ത അയച്ചു തന്നില്ലേ, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ് മിന്നുമ്മാനെ കൊണ്ടുപോകണം കണ്ടിട്ടേ പൊന്നുമ്മ കരിയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ മുടി വെട്ടണം എന്ന് പറഞ്ഞുകാണ്ടേ കാക്കു അങ്ങനെ ഒരാളെ കൊണ്ടുപോയി റിതുവിനെ അങ്ങോട്ട് ക്ലാസ്സിക്ക് പറഞ്ഞേക്കും ചെയ്യുക, ബസ്സേറ്റ് വിടും ചെയ്യാന്ന് കരുതിയിട്ടേ നെടുപിടാ പണികളൊക്കെ കഴിച്ചിട്ട് ചുമ്മാനൊന്ന് കൊണ്ടോട്ടെ കേട്ടോ. ചുമ്മാക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വേദന. കൈമലൊക്കെ കണ്ടോ പൊന്നുമ്മാൻ്റെ ഒരു തരം പുളോന് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പുളോന് പറയണത് മനസ്സിലാവുണ്ടാവില്ല. അത് ഈ കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അലർജി. ഓളെ തടി ഒരു നല്ല ബലമുള്ള തടിയാണ് കേട്ടോ. ഈ നല്ല മുരടിപ്പ് ഉണ്ടാവും പറഞ്ഞില്ലേ. അപ്പോൾ സോപ്പൊന്നും വല്ലാതെ ഉപയോഗിക്കലൊന്നുമില്ല. നാളെ ഒരു ഇത്താത്ത കുറേ സാധനമൊക്കെ കൊടുത്തയച്ചു പറഞ്ഞില്ല. അത് അൺബോക്സിങ് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ലല്ലേ. നമ്മളെ ഫോണൊന്ന് നന്നാക്കട്ടെ കേട്ടോ മക്കളെ. എന്നിട്ട് അതിലുണ്ട് അതൊക്കെ. അവർക്ക് ഒരുപാട് സോപ്പും കുട്ടികൾക്ക് മുട്ടായി ഒക്കെ കൊടുത്തയച്ചിരുന്നു. അതൊന്നും ഇടാൻ കഴിഞ്ഞില്ലല്ലേ. ഇൻഷാ അല്ലാഹ് അത് കിട്ടിയിട്ട് അത് അതിലുണ്ടാവും. അതിൻ്റെ ഡാറ്റ ഒന്നും കളയാതെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നമ്മളെ വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ആ ഇത്താത്ത ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. അവരോട് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ഇടാമെന്ന്, പക്ഷേ അതിനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. ബേബിയാക്ക് കുറച്ച് പൊടിയൊക്കെ കൊടുത്തയച്ചിരുന്നു കേട്ടോ, ലാക്ടോജൻ്റെ പൊടി സോപ്പൊക്കെ. അപ്പോൾ ആ സോപ്പാണ് ഇപ്പോൾ ഞാൻ അവർക്ക് ഉപയോഗിക്കുന്നത്. നല്ല സോപ്പാട്ടോ. ഞാൻ അതുവരെ എൻ്റെ ഒരു മക്കൾക്കും ആ സോപ്പ് ഉപയോഗിച്ചിട്ടില്ല. എന്തോ ഒരു മാമ അറിഞ്ഞുകാണ്ട് നല്ല റേറ്റുള്ളൊരു സോപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഓൾക്ക് ഉപയോഗിക്കലുണ്ട്. ഇതുവരെ പൊന്നൂന് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാക്കണ് ഏതായാലും ആ പണിയൊക്കെ കഴിഞ്ഞ് ലിനുമാനെ വേഗം മാറ്റിക്കാണ്ട് നഴ്സറിക്ക് പറഞ്ഞയച്ചു. റിതുവിന് പിന്നെ പരീക്ഷ ആയതുകൊണ്ട് രാവിലെ പോയിട്ടുണ്ട്. ഷെയ്മോക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. അപ്പോൾ ഷെയ്മോളെ എടുത്ത് ഇട്ടുകാണ്ടാണ് ഓടണം കേട്ടോ. 2 ബേബിന് ഉച്ചയാകുമ്പോഴത്തേന് നമ്മളെ റിതും വരും. ആദ്യം കാക്കു ഒറ്റയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവൾക്ക് തീരെ വയ്യാതായപ്പോഴേ ഇരിക്കാൻ കഴിയൂല ബൈക്കുമ്മൽ പറഞ്ഞപ്പോൾ ഞാനും കൂടെ പോവാണ് കേട്ടോ. ഇവിടെ വരത്ത കയ്യും വരത്താനെ മുറുക്കി പിടിച്ചോ. പാനെ മുറുക്കി പിടിച്ചോ. പെണ്ണാത്താനെ പിടുത്തല്ലേ? ഇല്ല പോയിക്കോളി. ആദ്യം രാവിലെ എണീറ്റപ്പോൾ കഴുത്തിൻ്റെ അവിടെ വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടീൻ്റെ കൈയൊക്കെ വേദന തുടങ്ങി. കൈ ഇങ്ങനെ കോച്ചി പിടിക്കാൻ തുടങ്ങി, വലത് കൈ കേട്ടോ. തണുത്തിട്ട് കൈയിൻ്റെ ഉള്ളനടിയൊക്കെ നീലക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്കും കാക്കുനും ഭയങ്കര പേടിയായി. പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് ആയാലും നമ്മളെ ബൈക്കിനായാലും ഒരാൾ വേണം, അവൾക്ക് പിടിക്കാനൊന്നും കഴിയണില്ല. അപ്പം ഞാൻ ആ ബാക്കിൽ ഇരുത്തിക്കാണ്ടേ താഴെ മൂത്തച്ഛനോട് പറഞ്ഞു കാണ്ടാ പോയത് കേട്ടോ. ഓളാണ് കയറിപ്പോയി ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞു. അപ്പം ചോറവിടെ വെച്ചിട്ടുണ്ട്. നേർക്ക് വെന്തിട്ടൊന്നുമില്ല. വേഗം ഊറ്റി വെച്ചു ഞാൻ. അല്ലെങ്കിൽ ഉമ്മ ഓളേറ്റ ഊറ്റും കരുതി പേടിച്ചിട്ട് ഞാൻ അതന്നെ ഊറ്റി വെച്ചു കേട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു. നമ്മൾ എറണാട് ഹോസ്പിറ്റലിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ മെല്ലെ തിരിച്ച് പിടിച്ചിക്കാണ്ടൊന്ന് പൊന്തിച്ചു കഴുത്തിട്ടോ. അപ്പോൾ റെഡിയായി കഴുത്ത്. പക്ഷേ ഫിസിയോതെറാപ്പി ചെയ്യണം പറഞ്ഞു. കയ്യിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കോറി പിടിച്ച് മസിൽ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാണ്. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ട് പോന്നു. ഏകദേശമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നല്ല കരച്ചിലായിരുന്നു. അതാണ് ഞാൻ ഇതിന് വോയിസ് ഒന്നൊക്കെ കൊടുക്കണത് കേട്ടോ. പിന്നെ ബാഡ് കമൻറ്റ് ഇടല് കേട്ടോ. നമ്മൾക്ക് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇടാനും വേണ്ടി നമ്മളെ വീട്ടിലെ വിശേഷങ്ങളാണ് വിടുന്നത് കേട്ടോ. ഒരു 3 പ്രൊസീജിയർ ഓല് ചെയ്തു. ഇത് കണ്ടോ, കഴുത്ത് ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇതൊക്കെ ECG പോലെ സാധനങ്ങളൊക്കെ വെച്ചുകാണ്ട് ചൂടാക്കിട്ടോ. പിന്നെ വേറൊരു സംഭവം കൂടിയും ചെയ്ത്, പിന്നെ ജെല്ല് വെച്ചുകാണ്ടും ചെയ്തു കേട്ടോ. പിന്നെ എന്തോ ഒരു കമ്പ്യൂട്ടർ വെച്ചുകാണ്ട് വേറൊരു പരിപാടിയും കൂടി ചെയ്തു. അങ്ങനെ 3 പ്രൊസീജിയർ ചെയ്തു. ഡോക്ടറിനു സാവധാനം കുറഞ്ഞു വന്നോളും, മസിൽ കോച്ചി പിടിച്ചതാണെന്ന് പറഞ്ഞു. തലയണ വെച്ചിരുന്നോ ചോദിച്ചിരുന്നു. തലയണൊന്നും അവളെ വെക്കലില്ല. അപ്പം പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പം പെട്ടെന്ന് ഞാൻ അങ്ങനെ നല്ലൊരു ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിച്ചു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളല്ലേ, പല അസുഖങ്ങളും ഉണ്ടാവണല്ലേ, പേടി തന്നെയല്ലേ. ഒരു കുഴപ്പമില്ലാത്ത കുട്ടികൾക്ക് നേരം വെളുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ പേടിയോണ്ട് നമ്മൾ ഓടിപ്പോന്നതാണ് കേട്ടോ. അപ്പോൾ അതാ കാക്കുന് ഭയങ്കര സങ്കടമാണ്. കാക്കുന് ഓളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാട്ടോ. ആ കൈയാണ് കേട്ടോ ഒഴിഞ്ഞെടുക്കണം. ആ കൈ ഒരു ചെറിയൊരു കുഴച്ചിലുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കി തന്നു ഡോക്ടർ കേട്ടോ. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അപ്പോൾ നമ്മളെ ബെഡ് മെറ്റീരിയലിന് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. ഓരോടൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ആരതും വിട്ടിട്ടില്ല കേട്ടോ. നാളെ വിടാം ഇൻഷാ അല്ലാഹ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.